മലയാള സിനിമയുടെ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് ഇത്. പോസിറ്റീവ് അഭിപ്രായം വന്നാൽ കളക്ഷനിൽ വൻ കുതിപ്പ് ദൃശ്യമാകുന്ന കാലം. ഇനി ആദ്യ ഷോകൾക്കിപ്പുറം നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് വരുന്നതെങ്കിൽ എത്ര വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രമാണെങ്കിലും ബോക്സ് ഓഫീസിൽ അമ്പേ പരാജയപ്പെടുന്ന കാലം. ഇപ്പോഴത്തെ ഈ വർഷത്തെ അവസാന റിലീസുകളുടെ കൂട്ടത്തിൽ ഒരു ചിത്രം പ്രേക്ഷക പ്രീതിയിൽ കൃത്യമായി മുൻതൂക്കം നേടിയിരിക്കുകയാണ്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമയാണിത്. കോമഡിക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ നിവിൻ പോളി വീണ്ടും നായകനാവുന്നു. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അജു വീണ്ടും നിവിനൊപ്പം എത്തുന്നു. ഹൊറർ കോമഡി ജോണറിൽ പെടുന്ന സിനിമ എന്നിങ്ങനെ പലവിധ കാരണങ്ങളാൽ നേരത്തെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു സർവമായ. ആദ്യ ഷോയ്ക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം കൂടി വന്നതോടെ നിവിന്റെ വരവ് തിയേറ്ററുകളിൽ കാണാനായി തിയേറ്ററുകളിൽ തിരക്കട്ട എത്തുകയാണ് പ്രേക്ഷകർ. മികച്ച ഓപ്പണിംഗ് ചിത്രം ബോക്സ് ഓഫീസിൽ കുതിപ്പും തുടങ്ങിയിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് റിലീസ് ദിനത്തിൽ ചിത്രം 8 കോടിക്ക് മുകളിൽ നേടി എന്നാണ് കണക്ക്. ഈ വർഷം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഏഴാമത്തെ ഓപ്പണിംഗാണിത്. ബസൂക്ക, ലോക, ആലപ്പുഴ ജിങ്കാന എന്നീ ചിത്രങ്ങളൊക്കെ ആഗോള ഓപ്പണിംഗിൽ സർവ്വമായ പിന്നിലാക്കിയിട്ടുണ്ട്. ഈ വർഷം എത്തിയ എമ്പുരാനാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ആഗോള ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രം. 68.2 കോടിയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ദിന കളക്ഷൻ. തുടരും, കളങ്കാവൽ, പാഫാബ, ഡി സീറോ, ഹൃദയപൂർവ്വം എന്നിവയാണ് ലിസ്റ്റിൽ 2 മുതൽ 6 വരെയുള്ള സ്ഥാനങ്ങളിലുള്ള ചിത്രങ്ങൾ. തുടരും 17.18 കോടിയാണ് ആദ്യ ദിനം നേടിയെങ്കിൽ കളങ്കാവലിന്റെ ഓപ്പണിംഗ് 15.65 കോടിയായിരുന്നു. ഫാഫാബ 14.80 കോടിയും ഡി സീറോ 11.70 കോടിയും നേടി ആദ്യ ദിനം നേടി. 8.5 ആയിരുന്നു ഡി സീറോയുടെ ഓപ്പണിംഗ് കളക്ഷൻ.